ഈ ഒരു ആഴ്ചയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റ് ആണ്. കുറച്ച് ബൈക്കിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ അപ്ഡേറ്റ് ആണ് നോക്കാം. അതിൽ ഫസ്റ്റത്തെ അപ്ഡേറ്റ് അപ്രിലയുടെ ഭാഗത്തു നിന്നാണ്. അപ്രിലയുടെ RS457 പ്രൈസ് അവർ കൂട്ടാൻ പോക്കാണ്. 2025 ജനുവരി 1 തൊട്ട് 10,000 റുപ്പീസാണ് വണ്ടിക്ക് കൂടാൻ പോകുന്നത്. അതിന് മുമ്പ് എടുക്കലാണെങ്കിൽ, അതായത് ഇപ്പോൾ എടുക്കലാണെങ്കിൽ ഒരു 5,000 റുപ്പീസിൻ്റെ ഓഫറുണ്ട്. നിലവിൽ 4,10,000 രൂപയാണ് വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ്. അടുത്ത വർഷം 4,20,000 രൂപയാവും. രണ്ടാമത്തെ അപ്ഡേറ്റ് KTMൻ്റെ ഭാഗത്തു നിന്നാണ്. KTMൻ്റെ ഒരു മോഡലിൻ്റെ പ്രൈസ് അവർ കുറച്ചിട്ടുണ്ട്. ഡ്യൂക്ക് 250ക്കാണ് അവരിപ്പം പ്രൈസ് കുറച്ചത്. 20,000 രൂപ വണ്ടിക്ക് പ്രൈസ് കുറച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ലിമിറ്റഡ് ഓഫറാണ്. ഡിസംബർ 31 വരെയാണ് വാലിഡിറ്റി വരുന്നത്. അതിനുശേഷം വണ്ടിയുടെ പഴയ പ്രൈസിൽ തന്നെ തിരിച്ചു വരും. നിങ്ങൾ ഡ്യൂക്ക് 250 എടുക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ പുതിയ മോഡൽ ഇപ്പം തന്നെ എടുക്കുക. കാരണം വണ്ടിക്ക് വേറെ മാറ്റങ്ങളൊന്നുമില്ല. 20,000 രൂപ പ്രൈസ് കുറവാണ്. മൂന്നാമത്തെ അപ്ഡേറ്റ് ഹീറോൻ്റെയാണ്. ഹീറോൻ്റെ പുതിയൊരു ബൈക്കും കൂടി ലോഞ്ച് കൺഫേം ആയിട്ടുണ്ട്. അതായത് ഹീറോൻ്റെ മാവറിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ക്രാംബ്ലർ ബൈക്കാണ് ഇനി വരാൻ പോകുന്നത്. സ്ക്രാംബ്ലർ 440 ആയിരിക്കും. ഡിസൈൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ മാവറിക്ക് ഒരു ന്യൂ റെട്രോ ബൈക്കാണെങ്കിൽ ഇതൊരു സ്ക്രാംബ്ലർ ഡിസൈനിലായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. ബാക്കി ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും മാവറിക്കിനെ ബേസ് ചെയ്തിട്ടാണ് അവർ നിർമ്മിക്കാൻ പോകുന്നത്. എഞ്ചിനും സെയിം തന്നെയാണ്. ഒരു 440cc സിംഗിൾ സിലിണ്ടർ എയർ ആൻഡ് ഓയിൽ കൂൾ എഞ്ചിൻ തന്നെയായിരിക്കും. മാക്സിമം പവർ 26 bhp പവറും മാക്സിമം ടോർക്ക് 36 Nm ആയിരിക്കും. 6 സ്പീഡ് ഗിയർ ബോക്സിലായിരിക്കും വണ്ടി വരാൻ പോകുന്നത്. ഫ്രണ്ടിൽ USD ഫോർക്കും ബാക്കിൽ ഡബിൾ ടിൻ ഷോക്ക് തന്നെയായിരിക്കും. വണ്ടി ഒരു സ്പോക്ക് വീലായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. വണ്ടിൻ്റെ ലോഞ്ച് നോക്കുകയാണെങ്കിൽ 2025 അവർ ലോഞ്ച് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നാലാമത്തെ അപ്ഡേറ്റ് ട്രയംഫിൻ്റെ ഭാഗത്തു നിന്നാണ്. ട്രയംഫിൻ്റെ സ്ക്രാംബിളിൻ്റെ ഒരു അഫോർഡബിൾ മോഡൽ ഇനി വരാൻ പോകുന്നുണ്ട്. വണ്ടി ഇപ്പോൾ ടെസ്റ്റിംഗിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ സ്ക്രാംബിളിൻ്റെ ഒരു T4 മോഡലായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. കുറച്ച് മുമ്പ് ട്രയംഫ് തന്നെ സ്പീഡ് 400 T4 മോഡൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കുറച്ച് അഫോർഡബിൾ മോഡലാണ്. അതേ ഒരു ടൈപ്പിലുള്ള മോഡൽ തന്നെയായിരിക്കും ഈ ഒരു സ്ക്രാംബ്ലർ മോഡലും. വണ്ടിക്ക് വരാൻ പോകുന്ന മാറ്റങ്ങളൊന്നും സീറ്റിങ്ങിലാണ്. ഒരു സ്പ്ലിറ്റ് സീറ്റിന് പകരം സിംഗിൾ പീസ് സീറ്റ് ആയിരിക്കും വണ്ടിക്ക് വരാൻ പോകുന്നത്. പിന്നെ ടയർസിലും അലോയ് വീലിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ പ്രൈസ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു ടെലിസ്കോപ്പ് ഫോർക്ക് ആയിരിക്കും ഈ ഒരു ബൈക്കിന് വരാൻ പോകുന്നത്. എഞ്ചിനൊക്കെ വരാൻ പോകുന്നത് 398cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിൻ തന്നെയാണ്. പഴയ സ്ക്രാംബ്ലർ വെച്ച് നോക്കുമ്പോൾ ഒരു 1 bhp പവറും 1 Nm ഓഫ് ടോർക്കും വണ്ടിക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു വേരിയന്റിന് കുറച്ച് പ്രൈസ് കുറവായിരിക്കും. പഴയ മോഡൽ വെച്ച് നോക്കുമ്പോൾ 25,000 രൂപ കുറവായിരിക്കും. വണ്ടി അടുത്ത വർഷത്തോടു കൂടി ഇന്ത്യയിലേക്ക് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അടുത്ത അപ്ഡേറ്റ് BSന്റെ ഭാഗത്തു നിന്നാണ്. BSന്റെ ഒരു സ്ക്രാംബ്ലർ ബൈക്ക് ഇപ്പോൾ ലോഞ്ച് കൺഫേം ആയിട്ടുണ്ട്. കുറച്ച് മുമ്പാണ് BSയുടെ ഗോൾഡ് സ്റ്റാർ 650 അവർ ലോഞ്ച് ചെയ്തത്. ആഗസ്റ്റ് 15 വണ്ടി ലോഞ്ച് ചെയ്തത്. വണ്ടിക്ക് നല്ല റെസ്പോൺസ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ഗോൾഡ് സ്റ്റാർ 650ൻ്റെ ഒരു സ്ക്രാംബ്ലർ ബൈക്കാണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്. ഈ ഒരു മോഡൽ വെച്ച് നോക്കുമ്പോൾ വണ്ടിക്ക് മാറ്റങ്ങളുണ്ടാവും. മഡ് ഗാർഡിലും ബാക്കിലെ ടൈൽ സെക്ഷൻ ടാങ്കിൻ്റെ സൈഡിലും ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ മാറ്റങ്ങളുണ്ടാവും. ഗോൾഡ് സ്റ്റാറിന് വെച്ച് നോക്കുമ്പോൾ ഒരു 30,000 രൂപ ഈ ഒരു മോഡലിന് സ്ക്രാംബ്ലർ മോഡലിന് കൂടുന്നതായിരിക്കും. വണ്ടി 2025 പകുതിയോടുകൂടിയായിരിക്കും ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അഞ്ചാമത് അപ്ഡേറ്റ് ഹോണ്ടൻ്റെ ഭാഗത്തു നിന്നാണ്. ഹോണ്ടൻ്റെ പുതിയൊരു ബൈക്കിൻ്റെ ലോഞ്ച് കൺഫേം ആയിട്ടുണ്ട്. ഹോണ്ടൻ്റെ ഒരു 500cc മോട്ടോർസൈക്കിളാണ് ഇനി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബൈക്കിൻ്റെ പേര് വരുന്നത് GB500 ആണ്. ഇപ്പോൾ GB എന്ന് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ വിൽക്കപ്പെടുന്ന ഹോണ്ടൻ്റെ മോഡലൊക്കെ CB മോഡലാണ്. CB വേരിയൻ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ അത് പേരിൽ വരുന്ന മാറ്റം മാത്രമാണ്. ഇന്ത്യയിലെ CB ആണെങ്കിൽ വേറെ യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ GB ആണ്. യൂറോപ്പിൽ അവർ GB എന്നുള്ള മോഡൽ അൺവീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മോഡൽ ഇന്ത്യയിലേക്ക് വരും എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഒരു 500cc ഒരു സിംഗിൾ സിലിണ്ടർ ബൈക്കാണോ അല്ലെങ്കിൽ ടിൻ സിലിണ്ടർ ബൈക്കാണോ എന്നുള്ള കാര്യം കൺഫേം അല്ല. അടുത്ത വർഷത്തോടു കൂടി മാർക്കറ്റിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഹോണ്ട പ്ലാൻ ചെയ്യുന്നത്. വണ്ടിൻ്റെ ഒഫീഷ്യൽ ട്രേഡ് മാർക്ക് നെയിമൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.